അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് കഴിക്കാനും കുടിക്കാനും പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഇഫ്താർ ഡ്രിങ്കുമായിട്ടാണ്. നല്ല സൂപ്പർ ഡ്രിങ്കാണ് കേട്ടോ. ഈ ഒരു ചൂട് സമയത്തൊക്കെ ഹെൽത്തി ആയിട്ട് കുടിക്കാൻ പറ്റുന്ന, അതായത് ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി നമ്മുടെ വയറ് നിറയും, നമുക്ക് മനസ്സ് നിറയും എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ നല്ല സൂപ്പറായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഗീവ് അവേ ഡീറ്റെയിൽസും കൂടെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഫസ്റ്റ് ഈ ഒരു ഡ്രിങ്കിന് വേണ്ടുന്ന റെസിപ്പീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് വേണ്ടത് പാല് തന്നെയാണ്. ഞാനിവിടെ ഏകദേശം 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ സാധാരണ പാലൊക്കെ കാച്ചിയെടുക്കില്ലേ, അതുപോലെ തന്നെ കാച്ചാം. അപ്പോൾ ഒരുപാട് തിളപ്പിക്കരുത്. ഒന്ന് തിള വരുന്നതിന് മുന്നത്തൊരു സ്റ്റേജ് ഉണ്ടല്ലോ, ആ സ്റ്റേജിൽ നമുക്കൊരു കൂട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഏകദേശം 2.5 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ കസ്റ്റാർഡ് പൗഡറിലോട്ട് ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയം പാലിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുക്കുക, തിളയ്ക്കാൻ വേണ്ടി വിടരുത്. അപ്പോൾ ഈ ഒരു കസ്റ്റാർഡ് പൗഡർ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്താണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് ഒഴിച്ച ഉടനെ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഒരുപാട് തിക്കാവില്ല, കാരണം 1 ലിറ്റർ പാലിന് നമ്മൾ 2.5 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഒന്ന് കുറുക്കി വരും. അത്യാവശ്യം നല്ലൊരു ജ്യൂസ് അല്ലേ, കട്ടിയുള്ളൊരു ജ്യൂസിൻ്റെ ഒരു കട്ടിയിലായിരിക്കും വരാം. ഇതൊന്ന് കുറുക്കിയെടുക്കുക. ഏകദേശം ഒരു 1/4 കപ്പ് പാലെങ്കിലും വറ്റി കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മൾ കുറുക്കിയെടുക്കാനായിട്ട്. ഇതിലോട്ട് ഇനി 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര വെച്ചാൽ ഒരുപാട് മധുരമല്ല, ഒരു മീഡിയം മധുരത്തിൽ നിൽക്കും. അപ്പോൾ ഒരുപാട് മധുരം വേണമെന്നുള്ളവരാണെങ്കിൽ ഒന്ന് കുറച്ചും കൂടെ 2 ടേബിൾ സ്പൂൺ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത്രയും മതി. അത്യാവശ്യം ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. അപ്പോൾ 1 ലിറ്റർ പാലാണ് നമ്മൾ എടുത്തത്. അപ്പോൾ തണുത്ത് കുറച്ച് കട്ടിയായിട്ടൊക്കെ വരുമ്പോൾ ഈ ഒരു അളവിലായിരിക്കും കിട്ടുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 2 ചെറുപഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള 2 ചെറുപഴം. അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ഹോളിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് കസ്കസ് ആണ്. അപ്പോൾ കസ്കസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, കാരണം ഈ ഒരു ഡ്രിങ്കിന് നല്ലൊരു ടേസ്റ്റാണ് കസ്കസ് ചേർക്കുമ്പോൾ. അപ്പോൾ ഇത്ര ചേരുവകൾ മാത്രം മതി. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും ചെയ്ത് കുടിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. കാരണം ഇത് ഓരോ സിപ്പ് നമ്മൾ എടുക്കുമ്പോഴും കടിക്കാനും ചവച്ചിറക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റുള്ള, വയറൊക്കെ ഫില്ല് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡ്രിങ്കാണ്. നന്നായിട്ട് തണുപ്പിച്ചിട്ട് കുടിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഗീവ് അവേ ഇപ്പോൾ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും അതിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ മറ്റന്നാളേ ഉള്ളൂ. അപ്പോൾ മറ്റന്നാൾ 1 മണിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മസ്റ്റായിട്ട് ഫസ്റ്റ് വന്ന് കമൻറ്റ് ചെയ്യുക, എന്നാലല്ലേ നമ്മുടെ ഗീവ് അവേയിൽ വിന്നറാവാൻ പറ്റുള്ളൂ. വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത് ഈദിൻ്റെ പിറ്റന്നാണ്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.